എല്ലാവർക്കും നമസ്കാരം. ഈ ഭസ്മം ധരിക്കേണ്ടതുപോലെ അത് നമ്മൾ ധരിച്ചാൽ അതിൻ്റെ ഫലം അത്ഭുതകരമായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഈ ക്ഷേത്ര പൂജാരിമാർ അണിയുന്നൊരു കുറിയാണ് ഈ ഭസ്മക്കുറി എന്നാണ് കൂടുതൽ ആളുകളും ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ആ ഒരു വാസ്തവം അറിഞ്ഞാൽ ഇതിലും ശക്തിയുള്ളൊരു മരുന്ന് ലോകത്ത് എവിടെയും കിട്ടില്ല എന്ന് നിങ്ങൾക്കിതിൽ നിന്നും തീർച്ചയായിട്ടും ബോധ്യമാകും. ഇത് പറയാൻ കാരണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി തീർച്ചയായും ധരിക്കാവുന്നതാണ്. ഈ ഭസ്മത്തിൻ്റെ അത്ഭുത ശക്തികളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നല്ല പ്രായം ചെന്ന ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ചെയ്തു പോരുന്ന ആ ഒരു പൊടിക്കൈ എന്താണെന്നൊന്ന് പറയാം. അതായത് ഈ ശരീരം ചൊറിഞ്ഞു തടിക്കുക, അല്ലെങ്കിൽ ഈ പുഴുക്കടി പോലെ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുക, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഈ ശരീരത്തിൽ കരുവാളിച്ച പാടുകൾ ഒക്കെ പ്രത്യക്ഷപ്പെട്ടാൽ ഈ ഭസ്മം ഒരു നുള്ളെടുത്ത് ഈ പറഞ്ഞ ഭാഗത്ത് ഒന്ന് തൂവിക്കൊടുക്കും. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നൈസായിട്ട് അതിൻ്റെ മുകളിൽ ചർമ്മത്തിൽ ഒന്ന് തടവും. അത്രയും മതി. ഈ തടവുന്ന ആ ഒരു ചൂടുകൊണ്ട് തന്നെ ശരീരത്തിൽ ആ ചൊറിച്ചിലും നിൽക്കും, പാടുകളും അപ്രത്യക്ഷമാകും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാസ്തവം, ഈ ഭസ്മം നെറ്റിയിൽ തൊടാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതുപോലുള്ള പല അത്ഭുതങ്ങളും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പറഞ്ഞത് പൂജിക്കാത്ത, അതായത് നമ്മൾ സാധാരണ കടയിൽ നിന്നും മേടിക്കുന്ന ആ ഒരു ഭസ്മം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പൂജിച്ച ഭസ്മത്തിന് ഈ പറഞ്ഞതിൻ്റെ അനേകമിരട്ടി ശക്തിയാണുള്ളത്. ഇത് പറയാൻ കാരണം ഈ പൂജിച്ച ഭസ്മം തൊടുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് തന്നെ മാനസികമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ഏറ്റിട്ടുള്ള ആ ഒരു പ്രഹരത്തെ ഇല്ലാതാക്കാനാണ് ഈ പറഞ്ഞ പൂജിച്ച ഭസ്മം അണിയുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ ശരീരത്തിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ മാത്രം ഭസ്മം തൊടുന്ന കാര്യമാണെങ്കിൽ, ഇനി പറയാൻ പോകുന്നത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഭസ്മം എങ്ങനെ അതിൽ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ കണ്ണേറ് ദോഷം, ബാധാദോഷം, അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള പേടി, ഈ രാത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ടുള്ള ദോഷങ്ങളാണ്. ഈ ദോഷങ്ങളെ നമുക്ക് മരുന്ന് കഴിച്ചു മാറ്റാൻ സാധിക്കുന്നതല്ല. ഇത് പറയാൻ കാരണം ഈ മരുന്നിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന രോഗാണുക്കളെ മാത്രമേ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഈ മാനസികമായിട്ടുള്ള ദോഷങ്ങൾ അത് രോഗാണുക്കൾ ഈ രോഗപകർച്ചയിലൂടെ കൊണ്ടുവരുന്ന ദോഷങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇവയെ ഈ ദൈവിക ശക്തി ഒന്നുകൊണ്ട് മാത്രമേ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം ഓർക്കുക, ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷേ നിഷ്ഠ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞവയിൽ വെച്ച് ഈ ബാധാദോഷത്തിനാണെങ്കിലും ശരി, രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഘട്ടത്തിലും ഈ ഭസ്മം നനച്ച് നെറ്റിയിൽ തൊടുകയാണ് ഏറ്റവും ഉത്തമം. ഇത് ഈ പറഞ്ഞതുപോലെ ചെയ്താൽ ഇത് മാറുമോ എന്ന് സംശയമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപ് കൈയും കാലും മുഖവും കഴുകി വരിക, 1 നുള്ളു ഭസ്മം എടുത്ത് നനച്ച് നെറ്റിയിൽ അണിയുക. ഇങ്ങനെ ഭസ്മം നെറ്റിയിൽ അണിയുന്ന ആ ഒരു സമയത്ത് മഹാദേവനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഉറങ്ങാൻ കിടന്നു നോക്കിക്കേ, വളരെ നല്ല ഉറക്കം കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നവും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അതോടൊപ്പം നിങ്ങൾ എന്താവശ്യത്തിനാണോ ഈ ഭസ്മം അണിയുന്നത്, പിറ്റേ ദിവസം പുലർച്ചെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ആ ദോഷം നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞത് കേവലം 10 or 100 ആളുകളുടെ അനുഭവമല്ല, ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഒരനുഭവമാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള പേടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം രാവിലെയും വൈകിട്ടും ഭസ്മധാരണം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ നെറ്റിയിൽ തൊട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മാറിയെന്ന് വരില്ല. പറയാൻ കാരണം ഈ അകാരണമായ പേടിക്ക് നിങ്ങൾ ദിവസവും ഭസ്മക്കുറി അണിയേണ്ടതുണ്ട്. ഒരു 21 ദിവസം മുതൽ 41 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അകാരണമായിട്ടുള്ള ആ ഭയം അല്പാൽപമായി നിങ്ങളെ വിട്ടകന്നു പോകും. ഇതിന് ഇത്രയും ദീർഘമായിട്ടുള്ള ആ ഒരു സമയമെടുക്കാൻ കാരണം നിങ്ങൾ ഈ അകാരണ ഭയം ബാധിച്ചിരിക്കുന്നത് ഇപ്പം 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അകാരണ ഭയത്തിൻ്റെ പിടിയിലാണെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ ആ ഒരു കാലതാമസം എടുക്കും.
അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ 21 ദിവസം ഭസ്മം നെറ്റിയിൽ തൊട്ടിട്ടും അത് മാറിയില്ലല്ലോ എന്ന് കരുതി അത് പെടുന്നതിനെ നിർത്തിക്കളയരുത്. കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഇതിനിടയ്ക്ക് വരുന്ന ആർത്തവ ദിവസങ്ങളിലും മറ്റു പുലവാലായ്മ ദിവസങ്ങളിലുമെല്ലാം ഈ ഭസ്മധാരണം ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഈ ഭസ്മം നെറ്റിയിൽ തൊടേണ്ടത് ഒരു വിരൽ കൊണ്ടോ അല്ലെങ്കിൽ 3 വിരൽ കൊണ്ടോ കുറിയിടാവുന്നതാണ്. ഇതെങ്ങനെ വേണമെന്നുള്ളത് അവരവരുടെ താല്പര്യം. എന്തായാലും ഒരു കാര്യം യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ഈ രാത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂജിച്ച ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞെട്ടി എഴുന്നേൽക്കില്ല എന്നത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു പരമാർത്ഥമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ചോദിക്കരുത്, അനുഭവം ഗുരു അത്ര തന്നെ. ഇനി ഇതിൻ്റെ നിഷ്ഠകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഈ മത്സ്യമാംസാദികൾ ചേർത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷായ ശേഷം ഭസ്മധാരണം നടത്തുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ സാധാരണയായി രാവിലെ ഭസ്മം തൊടുന്നത് ഭസ്മം നനച്ച് തൊടുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ വൈകിട്ടാണെങ്കിൽ, അതായത് സായം സന്ധ്യയ്ക്ക് ശേഷമാണെങ്കിൽ സാധാരണ പോലെ നെറ്റിയിൽ അണിയാം. എന്നാൽ ഈ സ്ഥാനത്ത് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഭസ്മം തൊട്ട് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പറയാൻ കാരണം ഈ പുള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ അവർ മനസ്സാ വാച കർമ്മണ എപ്പോഴും പരിശുദ്ധരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ചിട്ടയും കുട്ടികൾക്ക് നോക്കേണ്ടതായിട്ടില്ല. അതുമാത്രവുമല്ല, ഈ അസഹനീയമായിട്ടുള്ള രോഗങ്ങൾക്ക് ഒരു അസ്ത്രമെന്ന പോലെ ഈ ഭസ്മം നിങ്ങളിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന് നല്ല ഉറച്ച ഭക്തി വേണമെന്ന് കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ മാത്രമേ നിങ്ങളിൽ ആ ഒരു യഥാർത്ഥ എനർജി അവിടെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഈ പറഞ്ഞതിൽ മറ്റെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.